ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു യൂസർ റിവ്യൂ ആണ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഏകദേശം ഒരു 6000 സംതിങ് കിലോമീറ്റർ ഓടി ഈ വണ്ടി. അപ്പോൾ ഒരു 7 മാസത്തെ യൂസർ റിവ്യൂ ആണ് ഞാനിത് പറയുന്നത്. ഈ വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ പ്ലസ് ആണ്. ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഓൺ റോഡ് റേറ്റ് വന്നിട്ട് 9,29,000 രൂപയാണ്. പക്ഷേ എൻ്റെ BH രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 1,00,000 രൂപ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. BH രജിസ്ട്രേഷൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആർക്കൊക്കെ കിട്ടുമെന്നും ഞാൻ പറഞ്ഞു തരാം. ഈ BH രജിസ്ട്രേഷനിൽ ഈ 25 എന്ന് പറയുന്നത് 2025 25ാമത്തെ വർഷത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് 25 വരുന്നത്. BH എന്ന് പറഞ്ഞാൽ ഭാരത് സീരീസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും ആണ് കൊടുക്കുന്നത്. അതായത് 4 സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്, അതായത് ട്രാൻസ്ഫർ കിട്ടുന്ന എംപ്ലോയീസിനാണ് ഈ BH രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇതൊരു കോമ്പാക്ട് XUV വെഹിക്കിളാണ്. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം നല്ല മൈലേജ്, ഒരു 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു കോമ്പാക്ട് XUV അതാണിത്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഒരു 23 കമ്പനി പറയുന്നുമുണ്ട്, കിട്ടുന്നുമുണ്ട്. പിന്നെ ഇത് 2 ടൈപ്പ് ഉണ്ട്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ ഒരു 1 ടർബോ എഞ്ചിനും. സാധാരണക്കാരന് എടുക്കാവുന്ന ഒരു സെക്കൻഡ് ഓപ്ഷൻ കാറ് ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചെറിയ പൈസക്ക് നല്ല മൈലേജ് കിട്ടുന്ന ചെറിയ കാറുകൾ. അപ്പോൾ ഒരു 10 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികളിൽ ഒരു നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് XUV എന്ന് പറയുന്നത് ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് നമുക്കൊരു അത്യാവശ്യം നല്ല കട്ടറൊക്കെ നമുക്ക് ചാടിച്ചങ്ങ് പോവാം. എനിക്ക് നല്ല അനുഭവമുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന റൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടറുള്ള റൂട്ടാണ്. ഇപ്പോൾ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ വെച്ച് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ക്ലിയറൻസ് നല്ല ക്ലിയറൻസ് ആണ്. ഇതിന് 16 ഇഞ്ച് വീലാണ് വരുന്നത്. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു അലോയ് വീലും ഉണ്ട്. ഡീഫോഗർ ഡെൽറ്റ പ്ലസ്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷനിൽ, താഴോട്ടുള്ള ഓപ്ഷനിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഡീഫോഗ് വരുന്നുണ്ട്. നമ്മൾ ബോണറ്റ് തുറന്നാൽ ഇങ്ങനെയാണ്. നല്ല സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഒരു എൻജിൻ പ്രൊട്ടക്ടർ എന്ന രീതിയിൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ബോണറ്റ് ഡോറിൻ്റെ മേലെ ഒരു സൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ സാധനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്കുള്ള നോയ്സ് കുറവാണ് എൻജിൻ്റെത്. ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റാണ് ഡെൽറ്റ പ്ലസ്സിന് വരുന്നത്. ഇതിൻ്റെ താഴോട്ടുള്ളതിന് പിന്നെ ഈ LED അല്ല, അലോജനാണ്. അലോജൻ ബൾബാണ്. അത് പ്രൊജക്ടർ, ഒറ്റ സിംഗിൾ പ്രൊജക്ടറായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിപൊളി ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെതും വരുന്നത്. നമ്മളെ മ്യൂസിക് സിസ്റ്റം വരുന്നത് ഇതാണ്, ഡെൽറ്റ പ്ലസ്സിലാണ് ഇത് വരുന്നത്, ഈ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ഫങ്ഷൻ ഉണ്ട്. പിന്നെ കാർപ്ലേ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആപ്പിൾ കാർപ്ലേ ഒക്കെ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റില്ല, പക്ഷേ സോങ്സ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ മാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ രണ്ട് ഡോറിലും ബാക്ക് 2 ഡോറിലുമാണ് സ്പീക്കേഴ്സ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും പിന്നെ കോള് എടുക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ മേലത്തെ ഓപ്ഷനിൽ വരുന്നത് സീറ്റ് ആൽഫയിലൊക്കെ ഇവിടെ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷനും കൂടി ഇവിടെ വരും. അത് നമ്മൾ ഡെൽറ്റ പ്ലസ്സിൽ ക്രൂയിസ് കൺട്രോൾ ഇല്ല. ഇതിൽ മീറ്റർ ക്ലസ്റ്റർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഡെൽറ്റ പ്ലസ്സിലാണ്. ഇതിൻ്റെ മേലത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ മീറ്റർ കൺസോൾ കുറച്ചുകൂടി മാറുന്നതാണ്, വേറെ മോഡലാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഓട്ടോ AC, ACൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ AC ഉണ്ട്.
റൈറ്റ് സൈഡിൽ സ്വിച്ചസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഹിൽ അസിസ്റ്റൻ്റ് സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐഡിൽ സ്റ്റോപ്പ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ആ സ്വിച്ചും, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ്റെ സ്വിച്ചുമാണ് ഇവിടെ വരുന്നത്. ഇപ്പം നിലവിൽ എനിക്ക് ഒരു 16.3 സിറ്റി ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റി ഡ്രൈവിൽ ഇപ്പോൾ ഏകദേശം 16.3 ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ എനിക്ക് 18, 19.3 വരെ എനിക്ക് ലോങ് ഡ്രൈവിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. 308 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലഗേജൊക്കെ വെക്കാൻ പറ്റും. ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ അത്യാവശ്യം തേങ്ങയും ഞങ്ങളെ ഫാമിലീൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരാറ്. നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നല്ല നീളമുള്ള ആൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. കാല് തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല സ്പേസ് ഉണ്ട്. ഇതിൽ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് റിയറിൽ. പിന്നെ ഇതിൻ്റെ മേലത്തെ ഓപ്ഷനിലൊക്കെ ഇവിടെ AC വെൻറ്റ് കാര്യങ്ങൾ, AC ഒക്കെ വരുന്നുണ്ട്. ഇതിലില്ല. ഈ ഡെൽറ്റ പ്ലസ്സിൽ 2 എയർ ബാഗാണ് വരുന്നത്. ഞാൻ അന്ന് 2 എയർ ബാഗാണ് സെലക്ട് ചെയ്തത്. ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ മേലെയും, പിന്നെ വരുന്നത് ഇവിടെയാണ് 2 എയർ ബാഗ്സ് വരുന്നത്. ഇപ്പോൾ 6 എയർ ബാഗ് കമ്പൾസറി ആക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ 6 എയർ ബാഗ് അന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തില്ല. ഞാൻ 2 എയർ ബാഗാണ് എടുത്തത്. ഇതിൻ്റെ ബോണറ്റിൻ്റെ പുഷ് ബട്ടണും അതുപോലെ പെട്രോളിൻ്റെ ക്യാപ്പിൻ്റെ ബട്ടണും ഇവിടെയാണ് വരുന്നത്. ഈ ഡെൽറ്റ പ്ലസ്സിൽ റിയർ LED ഈ ലോങ് ലൈറ്റ് വരുന്നില്ല. ഞാനിത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 8000 സംതിങ് ആയിട്ടുണ്ട്. ഇതിന് 9000 രൂപയോളായി എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ. ഈ സ്പോയിലർ ഞാൻ എക്സ്ട്രാ വെച്ചതാട്ടോ. ഈ സ്പോയിലർ ഏകദേശം ഒരു 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ, അത് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതിനും ഏകദേശം 8000 രൂപ റേറ്റ് ഉണ്ട്. അതും ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വെച്ചതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ ഇത് വെക്കുന്നത് ഏറ്റവും ഉചിതമാണ്. കാരണം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു സാധനമാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നാണ് വേറെ യൂസേഴ്സൊക്കെ പറയുന്നത്. വേറെ വണ്ടി നമുക്കൊരു ക്ലബ്ബൊക്കെ ഉണ്ട്, ഫ്രോൺസിനൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൽ ഈ വണ്ടിയെ പറ്റിയിട്ട് ഞങ്ങൾ കൂടുതലായിട്ടും ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട്, ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ. അപ്പോൾ ഞങ്ങളെ ക്ലബിൻ്റെ പേര് ഇതാണ്, ഫ്രോൺസ് ക്ലബ്ബ്, ഓണേഴ്സ് ക്ലബ്ബാണ് ഫ്രോൺസ് കണക്റ്റ്. അപ്പോൾ അതിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ ഡോർ പ്രൊട്ടക്ടറും എക്സ്ട്രയാണ്. ഇത് എക്സ്ട്രാ വരുന്നതാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ അത് വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ്, അതും എക്സ്ട്രയാണ്. നമുക്ക് വണ്ടി വരുമ്പോൾ കിട്ടത്തില്ല, എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അതൊക്കെ വരുന്നത്. പിന്നെ ഇത് എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വരുന്നതാണ് നെക്സയുടെ ഫ്ലോർ മാറ്റ്. പക്ഷേ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെരുപ്പിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ താഴെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായം അല്ല. പിന്നെ ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, നമ്മളെ ബാറ്റ്മാൻ മിറർ. ഇതും ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചതാണ്. ഈ സ്റ്റിയറിംഗ് കവറും ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്ങിലാണ് വെച്ചത്. അപ്പോൾ എനിക്കൊരു കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈപ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ബമ്പറിൽ വെച്ചിരിക്കുന്ന ഈ സ്പ്ലിറ്റർ, അതും എക്സ്ട്രയാണ്. ഒരു ലുക്കിന് വേണ്ടിയും പിന്നെ ബമ്പറിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചത്. സുസുക്കിയുടെ എംബ്ലം വരുന്നത് ക്രോമാണ്. ഞാനത് ബ്ലാക്ക് ചെയ്തതാണ്, സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡാഷ്ബോർഡൊക്കെയാണ്. നല്ല സൂപ്പർ മോഡലാണ് ചെയ്തിരിക്കുന്നത് ഫ്രോൺസിന് ഇപ്പോൾ. പിന്നെ സീറ്റായാലും സീറ്റും അടിപൊളി സീറ്റാണ്, ബക്കറ്റ് ടൈപ്പ് സീറ്റാണ്. പിന്നെ ഡെൽറ്റ പ്ലസ്സിൽ ഇതിന് വരാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് എക്സ്ട്രാ ഫിറ്റിംഗ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് ഡെൽറ്റ പ്ലസ്സിനില്ല, അതും നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം. അതുപോലെ റിയർ AC ആക്ടിവേഷനും നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്ങിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്ക് സീറ്റൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്.
ഡോറിൻ്റെ സൈഡിലൊക്കെ ബോട്ടിൽ വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ചില വണ്ടികൾക്കൊക്കെ അത് ഇല്ലാഞ്ഞിട്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വണ്ടിയിലൊക്കെ ആ സ്പേസ് ഇല്ല, ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. ഇതിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു 7 മാസത്തെ ഒരു 6000 കിലോമീറ്റർ ഓടിയ റിവ്യൂവിൽ പറയുകയാണെങ്കിൽ എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന് ഒരു കോമ്പാക്ട് XUVയിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഫ്രോൺസ് തന്നെയായിരിക്കും. ഇതിൽ കൂടിയ ഓപ്ഷനുകളുണ്ട്, കുറഞ്ഞ ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റേറ്റുകൾ കുറവാണ്. ഏകദേശം 9,63,000 അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.